ഇനി മുതൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കറക്റ്റായിട്ട് അതിനെ ഡീപ്പായിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. ഇതുവരെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റിയിട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ പറയണമെങ്കിൽ ഇതെങ്ങനെയാണ് സഞ്ചരിക്കണേന്ന് ഒന്നും കൂടി പറയണമല്ലേ. ഇങ്ങനെ സഞ്ചരിക്കണേ ഇങ്ങനെ അല്ലേ. ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഒഴുകുക അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ പ്രോപ്പറായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല വൃത്തിയുള്ള ഡയഗ്രം തന്നു, അത് മതിയിട്ടാ. ഇങ്ങനെ ഇത്തിരി വൃത്തിയായിട്ടായിട്ട് ഇത്തിരി പഠിക്കുക റൈറ്റ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നല്ല പക്ക പടമുണ്ട്, അല്ലെങ്കിൽ നെറ്റിൽ നോക്കിയാലും മതി റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പോവുക. ദാറ്റ് ഈസ് വൈൽ ഇലക്ട്രോ മാഗ്നറ്റ്. ഞാൻ വൃത്തിയായിട്ട് പറയുമ്പോൾ ഡയറക്ഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നെക്സ്റ്റ് കുറച്ച് പോകുമ്പോഴും ഞാൻ ഡയറക്ഷനൊക്കെ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഏതാണ് എക്സ് വൈഡ് ഏതോ ആക്കാം, ജസ്റ്റ് പെർപെൻഡിക്കുലർ ടു ഈച്ച് തന്നുള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ഇലക്ട്രിക് ഫീൽഡ് പിന്നെയും ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് പിന്നെയും മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ ഒരു ലൂപ്പ് മാറി പോയിക്കൊണ്ടിരിക്കുന്ന അവസാനമില്ലാതെ, അങ്ങനെ അവസാനമില്ലാതെ മൂവ് ചെയ്യുന്ന മോഷനെ നമ്മൾ വേവ് മോഷനായിട്ട് കൺസിഡർ ചെയ്യില്ല. ഇറ്റ് ഈസ് ഇൻ ദ വേവ് മോഷൻ ബിക്കോസ് ദാറ്റ്സ് ഹൗ ഇലക്ട്രിക് വേവ്സ് ആൻഡ് മാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ്. അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്ത് രൂപത്തിലെ വേവ്സ് റൂമിൽ. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡും ഈ വരച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. വേറെ കളർ യൂസ് ചെയ്യണമായിരുന്നു, ഞാൻ മടികാരണം യൂസ് ചെയ്തില്ല. പക്ക കളർ ടെക്സ്റ്റ് ബുക്കിൽ പക്ക ഫിഗർ ഉണ്ട് കേട്ടല്ല റൈറ്റ്. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കുമ്പോൾ കണ്ട ഇത് ഡയറക്ഷൻ എന്താ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ പോകണേ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേവ് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. ഓക്കെ, അവിടെ നിന്നൊരു വരയൊക്കെ വരച്ച് നോക്ക്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് പാസിങ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. സിമിലർലി മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ്, ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് ഏത് ഡയറക്ഷനിലാണോ വേവ് പോകുന്നത്, ഇവിടെ ഈ ഡയറക്ഷനിലാണെങ്കിൽ ഈ ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ വൈ ഡയറക്ഷന് സെഡ് ഡയറക്ഷൻ എടുക്കുക. അപ്പോൾ എക്സ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഗറായിട്ട് നോക്കിയാലോ, ഇതാണ് എക്സ് ഡയറക്ഷൻ റൈറ്റ്. അപ്പോൾ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ സപ്പോസ് ഇസഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ പ്രൊപ്പഗേഷൻ നമുക്ക് ഇസഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ പോകുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡാണ് റൈറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുകളിലോട്ടുള്ള ഡയറക്ഷൻ നമുക്ക് ഇപ്പോൾ എക്സ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആയോ റൈറ്റ്. ലെറ്റ്സ് ടേക്ക് ദിസ് ആസ് എക്സ്. കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട്, ബട്ട് പഠിപ്പിക്കാൻ സുഖം റൈറ്റ്. അപ്പോൾ ഇത് വൈ ആക്കുക, ഇത് സെഡ് ആവും റൈറ്റ്. അപ്പോൾ ഈ വൈ ഡയറക്ഷനിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കണ്ടോ. ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത്തിരി പീക്കായിട്ട് വരച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലായല്ലോ. സോ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ റൈറ്റ്. സിമിലർലി ഈച്ച് ഓഫ് ദം ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ക്ലിയർ. സോറി ഡിസ്റ്റർബൻസ് വന്നതിൽ. സോ ഐ ക്യാൻ സേ എക്സ് ഇസ് പെർപെൻഡിക്കുലർ ടു വൈ പെർപെൻഡിക്കുലർ ടു സെഡ് അല്ലേ. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ആരാണുള്ളത്, എക്സ് ഡയറക്ഷനിൽ ആരുണ്ടായത് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ റൈറ്റ്. അപ്പോൾ ഈൻ്റെ സാധാരണ ഇക്വേഷൻ അതുകൊണ്ട് ഐ ആണ് വരാറ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ ജെ വരും. പ്രൊപ്പഗേഷൻ്റെ അവിടെ നമ്മൾ സാധാരണ കെ വെച്ചിട്ട് കെ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ കേട്ടോ. സാധാരണ നമ്മൾ വേവ് ഇക്വേഷൻ കാണുമ്പോൾ അത് കാണും നിങ്ങൾ കേട്ടല്ലോ. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് അറിയണതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. ഇനി ഈ ചാപ്റ്ററിൻ്റെ അവസാനം കുറച്ച് ഭാഗം തനിയെ പഠിക്കാൻ പറയട്ടെ ഞാൻ, ബിക്കോസ് ഇറ്റ്സ് പ്യുവർ തിയറി, അത് എപ്പോഴാണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാർജസ് എങ്ങനെ, അല്ലെങ്കിൽ ആക്സലറേഷൻ ഓഫ് ചാർജസ്, ഹൗ ഇറ്റ് ഇസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അല്ലെങ്കിൽ ടോപ്പിക്ക് നിങ്ങൾ നോക്കുമ്പോൾ സോഴ്സസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് കാണുക. അപ്പോൾ സോഴ്സ് ഏതാണ്, ആക്സലറേഷൻ ഓഫ് ചാർജസ് ആണ് റൈറ്റ്. അതായത് ഇപ്പോൾ ചാർജ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക, അത് നീങ്ങണില്ല, അതൊറ്റ സ്ഥലത്ത് വെക്കുക. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്തില്ല, ഇലക്ട്രിക് ഫീൽഡ് എന്തില്ല, ചേഞ്ച് ഇല്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് പറയും, അതിന് സ്റ്റാറ്റിക് കണ്ടീഷനിലാന്ന് പറയും അല്ലേ. സ്റ്റാറ്റിക് ആയിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഇസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ക്യാൻ ഇറ്റ് ജനറേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്, നോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഇല്ല, മാഗ്നറ്റിക് ഫീൽഡും ഇല്ല വെൻ ദ ചാർജ് ഇസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ. സോ ദർ ഇസ് നോ ഇ എം വേവ്സ്. ക്ലിയർ. ഇത്രയും മനസ്സിലായ സിമ്പിളല്ലേ. ഇനിയിപ്പോൾ രണ്ടാമത്തത് ഞാൻ പറയാം. ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ ആക്സലറേഷൻ എന്താവും, സീറോ അല്ലേ. ആക്സലറേഷൻ സീറോ ആയിക്കഴിഞ്ഞാൽ എന്താ, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും റൈറ്റ്. സ്പീഡപ്പ് ഇല്ലല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചേഞ്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയാലും ആരില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല
റൈറ്റ്. അപ്പോഴും നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അപ്പോൾ EM വേവ്സും ഇല്ല. ഹേ അല്ലേ? അപ്പോൾ ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഇനിയിപ്പോൾ ചാർജിന് നമ്മൾ ഓടിക്കാൻ പോവുക, അതായത് ആക്സലറേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ആക്സലറേറ്റ് ആണെങ്കിൽ എന്താ, ആൻഡ് ഇത് പറയാം, ആക്സലറേറ്റ് ആയിട്ടുള്ള ചാർജസിന് മാത്രമേ EM വേവ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്സലറേറ്റ് ചാർജ് ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണ്, അതിനൊരു പെൻഡുലം മാതിരി ചാഞ്ചാടുന്ന മാതിരിയാണ് ഓസിലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് പെൻഡുലം എന്ത് ചെയ്യുക, മൂവ് ചെയ്യും അല്ലേ, ഓസിലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതേമാതിരി തന്നെയാണ് എന്ത്, നമ്മൾ ചാർജിനെയും ഓസിലേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ പാർട്ടിക്കിൾ ഇൻ ഓസിലേഷൻ എന്തായിരിക്കും, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ദർ അല്ലേ. ആ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, അതും ഓസിലേറ്റിംഗ് ഇൻ നേച്ചർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ജനറേറ്റ് ചെയ്യും, ഒരു ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണ്ടല്ലേ, ഓസിലേറ്റ് ചെയ്യല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റ്സ് എൻ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് അഗെയിൻ, ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് അഗെയിൻ ജനറേറ്റ്സ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊരു പ്രൊപ്പഗേഷൻ മാതിരിയാണ്, ഒരു അവസാനമില്ലാണ്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്തൗട്ട് എനി ഡെത്ത്. അതായത് ഇപ്പോൾ ഓസിലേഷനിൽ എന്ന് പറയില്ലേ, കണ്ടിന്യൂഡ് അൺഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയില്ലേ, ഓസിലേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓസിലേഷൻ ഇസ് വി ക്യാൻ സേ ഇസ് എൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ, അല്ലെങ്കിൽ വി ക്യാൻ ഈവൻ ഡ്രോ ഇറ്റ് ലൈക്ക് എ വേവ് അല്ലേ. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് വേവ്സ് എന്തിൻ്റെ, ഇലക്ട്രിക് വേവും മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെയും വേവ്സാണ് വരിക. അപ്പോൾ റീജനറേഷൻ എന്താണ്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇങ്ങനത്തെ മാതിരി തോന്നുന്നത് ഒരു പ്രൊപ്പഗേഷൻ ഓഫ് വേവ് മാതിരിയാണ് തോന്നുന്നത്. റൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് വേവ് മോഷൻ ഓർമ്മ ഉണ്ടോ? വേവ് മോഷൻ എങ്ങനെയായിരുന്നു, വേവ് മോഷൻ എന്താ, ഓരോ പാർട്ടിക്കിളും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണ് അതിൻ്റെ മീൻ പൊസിഷൻ എന്ന് അല്ലേ. ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ ആൻഡ് എനർജിയാണ് ട്രാവൽ ചെയ്യണത് എന്ത്, ഒരു പാർട്ടിക്കിളിൽ നിന്ന് മറ്റൊരു പാർട്ടിക്കിൾ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ എനർജി കിട്ടുമ്പോൾ അത് ഡിസ്പ്ലേസ് ആവും അതിൻ്റെ മീൻ പൊസിഷനിൽ. പിന്നെ അടുത്തുള്ള പാർട്ടിക്കിളിന് അത് എനർജി ട്രാൻസ്ഫർ ചെയ്യും, എന്നിട്ട് അത് റെസ്റ്റിലാവും ആദ്യത്തെ പാർട്ടിക്കിൾ, പിന്നെ മറ്റേതാണ് പൊങ്ങുക. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേവ് പ്രൊപ്പഗേഷൻ നടക്കാമെന്ന് അറിയണം കേട്ടോ. അത് നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഉണ്ടാവുന്നുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് അല്ലേ. ആ ഫ്രീക്വൻസി എന്തായിരിക്കും ശരിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ എന്തായിരിക്കും, ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ. ഒരു വേവിൻ്റെ കേസാണ് എടുക്കണമെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ വേവ്സ് എന്തായിരിക്കും, കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് മാതിരി തന്നെ അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേറ്റിംഗ് ചാർജസ് പാർട്ടിക്കിളിന് പകരം അല്ലേ. ക്ലിയർ ആവണ്ട റൈറ്റ് നൈ. അപ്പോൾ ഈ EM വേവ്സിൻ്റെ ഫ്രീക്വൻസി അറിയണമെങ്കിൽ എന്തറിഞ്ഞാൽ മതി, ഓസിലേറ്റ് ചെയ്യണ ചാർജിൻ്റെ ഫ്രീക്വൻസി അറിഞ്ഞാൽ മതി. ക്ലിയർ റൈറ്റ്. എന്നാ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്നത്. എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ്സ് ആണോ അല്ല ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ EM വേവ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്കറിയാം ഏത് ടൈപ്പ് ഓഫ് വേവ് ആണ്. നിങ്ങൾക്ക് പടം കണ്ടപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വേവ് ആണ്. അപ്പോൾ ഹെഡിങ് എഴുതിയ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റൈറ്റ്. ഇപ്പോൾ ഹെഡിങ് ഒക്കെ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് വേവ്സാണ് അറിയണേ, ട്രാൻസ്വേഴ്സ് വേവ്സും അറിയാം നിങ്ങൾക്ക്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും അറിയാം റൈറ്റ്. 6 ഉണ്ട് കേട്ടോ, അത് എഴുതിപ്പോയപ്പോൾ വികൃതമായതാണ് റൈറ്റ്. ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും തമ്മിൽ വേവ്, ഇങ്ങനൊരു വേവ് ഫോം ഞാൻ വരച്ചു റൈറ്റ്. ഇതതിൻ്റെ മീൻ പൊസിഷനാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഒരു പാർട്ടിക്കിൾ കണ്ട അത് ഡിസ്പ്ലേസ് ചെയ്തത് എങ്ങനെയാണ്, Y ഡയറക്ഷനിലേക്കാണ് അല്ലേ. അപ്പോൾ എനിക്ക് പറയാം ദിസ് ടൈപ്പ് ഓഫ് വേവ് വിച്ച് ഇസ് എ വാട്ട്, ഇത് ഏത് ടൈപ്പ് വേവിലാണ്, പെർപെൻഡിക്കുലർ ഓഫ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് റൈറ്റ് ഇൻ ദ വേവ് വിച്ച് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ. ഏത് വേവിന് ട്രാൻസ്വേഴ്സ് നേച്ചർ ഉണ്ടാകുന്നു അവിടെ പാർട്ടിക്കിൾ, ഓരോ പാർട്ടിക്കിളിലും എന്തായിരിക്കും, പ്രൊപ്പഗേറ്റ്സ് ഇൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ റൈറ്റ്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അത് സൗണ്ട് വേവ് ഒക്കെ അല്ലേ. നമ്മൾ ആദ്യമായിട്ട് ശബ്ദം ഇവിടേക്ക് വന്നപ്പോൾ അവിടെ കംപ്രഷനായി, പിന്നെ റാരിഫാക്ഷനായി അല്ലേ. എന്നിട്ട് പിന്നെ ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ അടുത്ത ചിലപ്പോൾ റെസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിൾ ഇങ്ങനെ പോയിട്ടിരിക്കും അല്ലേ. അങ്ങനെയല്ലേ നമുക്ക് സൗണ്ട് വേവ് കേൾക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഏതാ, ഇങ്ങനെ. എങ്ങനെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യണത്, അത് ഡയറക്ഷനിലേക്ക് തന്നെ അല്ലേ, 2 X ഡയറക്ഷനിലാണ്. സോ ഐ ക്യാൻ സേ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. പാർട്ടിക്കിളും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും ഒരേ ഡയറക്ഷൻ, ഹെൻസ് ഇറ്റ് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ക്ലിയർ ആവുണ്ട്. ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. EM വേവിൻ്റെ നമ്മൾ ട്രാൻസ്വേഴ്സ് ആണെന്നുള്ളത് ഈ ഇത് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ്. ക്ലിയർ. സോ EM വേവ് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്, +1 പഠിച്ചിട്ടുണ്ട് കേട്ടോ.
റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ എന്തെഴുതും? ഇ എക്സ് ഇസ് ഈക്വൽ ടു ഇ നോട്ട് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലേ. അപ്പോൾ തന്നെ അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാന്ന് പറഞ്ഞു? വൈ ഡയറക്ഷനിൽ. അപ്പോൾ ബി വൈ ഈസ് ഈക്വൽ ടു ബി നോട്ട് സൈൻ കെ വൈ മൈനസ് ഒമേഗ ടി. ഇങ്ങനെയല്ലേ നമ്മൾ കുറച്ച് ഓർമ്മ ഉണ്ടാ? റൈറ്റ്. ഇത് ഇ, ഇത് ബി, ഇത് കെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. റൈറ്റ്. അത് ഞാൻ എഴുതാനുള്ള മടി കാരണം. അപ്പോൾ ബി നോട്ട് സൈൻ കെ വൈ മൈനസ് ഒമേഗ ടി എന്ന് എഴുതി. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയില്ലേ. ഇതെന്തിനാ നോക്കിയിരിക്കാനാണോ? അല്ല. നമുക്ക് കെയും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് 2π/λ. സമജ് മേ ആയ? റൈറ്റ്. ഈ ഇക്വേഷൻസാണ് അപ്പോൾ നമ്മുടെ എന്ത് ഇ എം വേവിന് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻസ്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യണ്ടേ? അതെ. എനർജി ഇൻ എൻ ഇ എം വേവ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നെക്സ്റ്റ് എടുക്കാൻ പോകണം. എനർജി ഇൻ എ ഇ എം വേവ്സ്. ആകെ ഈ പറയണ ഇക്വേഷൻസൊക്കെ തന്നെ ഉള്ളോട്ടെ ഈ ചാപ്റ്ററിൽ. റൈറ്റ്. അപ്പോൾ എനർജി ഇൻ ഇ എം വേവ്സ് എന്താ, ആരൊക്കെ ക്യാരി ചെയ്യേണ്ടത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ 2 ആൾക്കാരായിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മൊത്തം എനർജി ഷെയർ ചെയ്യപ്പെടാണ് ആര് തമ്മിൽ? ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും. റൈറ്റ്. അപ്പോൾ സപ്പോസ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോള്യം അതായത് മൊത്തത്തിൽ കേട്ടോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ മൊത്തത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി, ഒരു പർട്ടിക്കുലർ വോള്യത്തിലുള്ള എനർജീനെ ഞാൻ ഇ ടി എന്നാണ്, ഞാൻ പിന്നെ എപ്സിലോണാണ് എഴുതുന്നത്, സോറി, ഇ ടി എന്നാണ് എഴുതുന്നതെങ്കിൽ, അതായത് എനർജി സ്റ്റോർഡ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. പെർ വോള്യം എന്ന് ആദ്യം എഴുതാം, അത് പോട്ടെ, പെർ യൂണിറ്റ് വോള്യം എഴുതാം അല്ലേ. അപ്പോൾ E/V എന്നാണ് കേട്ടോ അത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാണോ? അപ്പോൾ ഇ ടി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ആരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഷെയർ ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇ ടി ടോട്ടൽ ഇസ് ഈക്വൽ ടു എനർജി സ്റ്റോർഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ബൈ വോള്യം. റൈറ്റ്. എനർജി സ്റ്റോർഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ബൈ വോള്യം. റൈറ്റ്. അത് ഇലക്ട്രിക് ഫീൽഡിൽ. ഇനി അതേമാതിരി എന്ത് എഴുതണം? എനർജി സ്റ്റോർഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ബൈ വോള്യം. റൈറ്റ്. ഒരു ഇക്വേഷൻ കിട്ടിയാൽ മൊത്തത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇനി നിങ്ങൾ പറഞ്ഞേ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് പെർ യൂണിറ്റ് വോള്യം? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഹാഫ് എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർ അല്ലേ, പ്ലസ് വാട്ട് ഈസ് എനർജി സ്റ്റോർഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് പെർ യൂണിറ്റ് വോള്യം? ഹാഫ് ബി സ്ക്വയർഡ് ബൈ മ്യൂ നോട്ട് അല്ലേ. ഇതൊക്കെ നമുക്കറിയണ ഇക്വേഷൻസ് അല്ലേ. ഇനി സ്പീഡ് ഓഫ് ദ ഇ എം വേവ് കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് സി ഈസ് ഈക്വൽ ടു E/B അല്ലെ. വെലോസിറ്റി സെലക്ടറുടെ സൈഡത്തൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ, സി ഈസ് ഈക്വൽ ടു E/B അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ ഇക്വേഷനിൽ ബിയുടെ സ്ഥലത്ത് ഇൻ്റെ എക്സ്പ്രഷൻ എഴുതണം. അതിനുവേണ്ടി ഹാഫ് എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർഡ് പ്ലസ് ഹാഫ് ബി സ്ക്വയർഡിൻ്റെ അവിടെ ഞാൻ എന്താ എഴുതാൻ പോണത്? ബീനെ എനിക്ക് എന്ത് എഴുതാം? E/C. സോറി. അപ്പോൾ അവിടെ ഞാൻ എഴുതുകയാണെങ്കിൽ ബി സ്ക്വയറിൻ്റെ സ്ഥലത്ത് എന്താ വരിക? ഇ സ്ക്വയർഡ് ബൈ സി സ്ക്വയർഡ് മ്യൂ നോട്ട് എന്ന് വരും അല്ലേ. ഇ സ്ക്വയർഡ് ബൈ സി സ്ക്വയർഡ് മ്യൂ നോട്ട്. ക്ലിയർ ആവുണ്ടോ? ഇനി ഈ എക്സ്പ്രഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അല്ലേ. അതിനു മുമ്പ് ഞാൻ കുറച്ച് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഓർമ്മയുണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് പഠിക്കണം, സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് എന്ന് അല്ലേ. ഈ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് കേട്ടോ. അതായത് ഇവിടെ നിങ്ങൾ കാണുന്ന എക്സ്പ്രഷനിൽ, അതായത് മുകളിലത്തെ എക്സ്പ്രഷനിൽ യു ക്യാൻ ചേഞ്ച് സം ടേം. അതായത് അവിടെ ഒരു സി സ്ക്വയർഡ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ടേമിനൊന്ന് സി സ്ക്വയർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 1/μ നോട്ട് എപ്സിലോൺ നോട്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു സി സ്ക്വയർഡ് ഉണ്ട്, 1/c സ്ക്വയർഡ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? 1/2 എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർഡ് പ്ലസ് 1/2 ഇ സ്ക്വയർഡ് ബൈ സി സ്ക്വയർഡ്. അപ്പോൾ സി സ്ക്വയർഡ് എന്ന് പറയുന്നത് എന്താ? 1/μ നോട്ട് എപ്സിലോൺ നോട്ട്. ഇനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, ഇ സ്ക്വയർഡ് ബൈ മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട്. സി സ്ക്വയർഡ് 1/μ നോട്ട് എപ്സിലോൺ നോട്ട് അല്ല, അത് മുകളിലേക്ക് പോയില്ലേ. പിന്നെന്തായി? മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 1/എപ്സിലോൺ നോട്ട്. ഇനി വേഗം എഴുതി പോവുക, ഹാഫ് റൈറ്റ് ഇ സ്ക്വയർഡ് എപ്സിലോൺ നോട്ട് റൈറ്റ്. മ്യൂ നോട്ട് കട്ട് ചെയ്തോ റൈറ്റ്. ഇനി ഞാൻ പറയാൻ നിൽക്കണില്ല കേട്ടോ, പറയുമ്പോൾ ബോറടിക്കുന്നത്. രണ്ടും ഒരേ സ്ഥാനത്തുള്ള ഹാഫ് വാല്യൂ അല്ലേ, എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർഡും പിന്നെ ഹാഫ് എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർഡ് അല്ലേ. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർഡ് എന്ന് വരും. ദാറ്റ് ഈസ് ദ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ
total energy per unit volume stored in the case of an EM waves when it is traveling from one place to another. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എനർജി സ്റ്റോർ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ പഠിക്കണം കേട്ടോ. ET, that is energy stored per unit volume is epsilon naught E squared. ക്ലിയർ ആവുണ്ടല്ലോ. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി സ്റ്റോർഡ് ഇക്വേഷൻ ആണ്. 10,000 വട്ടം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ പിന്നെ നിങ്ങൾ വേറെ സ്ഥലത്തൊന്നും ഉപയോഗിക്കുന്നില്ലടോ. റൈറ്റ്. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. വാട്ട് ആൻഡ് ഓൾ ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? ഒന്ന്, ഫസ്റ്റ് വൺ, അതായത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് രണ്ട് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിനെ എങ്ങനെയാണ്? ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണോ? എയറിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അല്ലേ? അപ്പോൾ ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ വാക്യൂത്തിൽ വരെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ അതിനൊരു സ്പീഡുണ്ട് അല്ലെങ്കിൽ വെലോസിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസിൻ്റെ എക്സ്പ്രഷനാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇത് കണ്ട ഓർമ്മ ഉണ്ട്. ഇത് പഠിക്കണം എന്ന് 10,000 വട്ടം പറഞ്ഞല്ല. സോ ദിസ് ഇസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസ്. റൈറ്റ്. അപ്പോൾ മ്യൂ0ഉം എപ്സിലോൺ0 എന്താണെന്നുള്ളത് അറിയാലോ. പെർമിറ്റിവിറ്റിയും റൈറ്റ്. പലതിരിഞ്ഞല്ലേ? പെർമിറ്റിവിറ്റിയും ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചത് നേരെ തെറ്റിപ്പോയി. ക്ലിയർ ആവുണ്ടല്ലോ? റൈറ്റ്. നമുക്ക് ഇത്രയും മനസ്സിലായല്ലോ. വെലോസിറ്റി ഇപ്പോൾ ലൈറ്റും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കണേ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നോ മീഡിയം ഇസ് നെസസറി ടു പ്രൊപ്പഗേറ്റ്. നോ മീഡിയം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ മൊബൈൽ നോക്കിയേ, ഇത് വായു കൂടെ പോകണം അല്ലേ? അപ്പോൾ എയർ മാത്രം മീഡിയം. ഇനി വാക്യൂമിൽ വരെ പോകാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ സെക്കൻഡ് പോസിബിലിറ്റി എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രോപ്പർട്ടി എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് പ്രത്യേകിച്ച് മീഡിയം വേണമെന്നില്ല. റൈറ്റ്. എന്നാൽ അതിന് മീഡിയത്തിൽ കൂടിയും പോകാം. ഇറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ എ മീഡിയം. റൈറ്റ്. പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിന് പുതിയൊരു വെലോസിറ്റിയാണ് ഉണ്ടാവുക. ആദ്യത്തെ വെലോസിറ്റി അല്ല. അതെന്താ? എയറിലുള്ള അല്ലെങ്കിൽ വാക്യത്തിലുള്ളതല്ലേ? മീഡിയത്തിൽ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എഴുതുമ്പോൾ സീന് പകരം വി എന്ന് എഴുതാം. റൈറ്റ്. വി ഇസ് ഈക്വൽ ടു 1/μ0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസാണ്. അതൊക്കെ മാറിയിട്ട് ഇൻ മീഡിയം ആക്കണം. അതായത് 1/√μ∈, where mu is permeability in medium, epsilon is permittivity in medium. ക്ലിയർ ആവുണ്ട? സിമ്പിൾ അല്ലേ? ഇനി EM വേവ്സിന് ഒരു പ്രത്യേക എനർജി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരീസ് എനർജി പെർ യൂണിറ്റ് വോള്യം. റൈറ്റ്. ആൻഡ് ഇറ്റ്സ് എക്സ്പ്രഷൻ ഈസ് epsilon0 E squared. റൈറ്റ്. EM വേവ്സിന് എന്തുണ്ട്? മൊമെൻ്റ് ഉണ്ട് കേട്ടോ. വെലോസിറ്റി ഇല്ലേ? മാസ് ഉണ്ട് അല്ലേ? ഇറ്റ് ഈസ് ഹാവിങ് മാസ്. റൈറ്റ്. ഇലക്ട്രിക്കും മാഗ്നറ്റിക്കും ചാർജസ് ആക്സലറേറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇത് ഉണ്ടാക്കണേ. സോ ഇറ്റ് ഈസ് ഹാവിങ് മാസ്. സോ മൊമെൻറ്റം എന്തുണ്ടാവും? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഒരു മൊമെൻറ്റം ഉള്ള ഒരു സാധനം കൂടിയാണ് വേവ് പ്രൊപ്പഗേഷൻ സാധനം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ക്ലിയർ ആവണ്ട? റൈറ്റ്. അപ്പോൾ ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടിയും കൂടി പഠിക്കാനുണ്ട്. അതായത് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ എക്സേർട്ട് പ്രഷർ. ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയണം. ഇതിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഇറ്റ് ക്യാൻ എക്സേർട്ട് പ്രഷർ. പ്രഷറിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. അപ്പോൾ സണ്ണുണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അതിൻ്റെ അടിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ചൂടെടുക്കുന്നു അല്ലേ? റൈറ്റ്. യു ഗെറ്റ് ഹോട്ട്. റൈറ്റ്. ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ? എനർജി ട്രാൻസ്ഫർ ആണ് അല്ലേ? എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. യു ആർ ഗെറ്റിംഗ് ഹോട്ട്. യു എക്സേർട്ട് എനർജി ഓർ എനർജീസ് ടൈപ്പ് ഓഫ് വർക്ക് അല്ലേ? അപ്പോൾ ഒരു തരം വർക്ക് നിങ്ങളുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ മുകളിൽ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ മുകളിൽ എന്താ നടക്കുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. റൈറ്റ്. സോ ദാറ്റ് മീൻസ് യു ആർ എക്സ്പീരിയൻസിങ് എ പ്രഷർ. റൈറ്റ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്? പ്രഷർ. അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങൾ പഠിക്കാനുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നതാണ് നമ്മൾ ചെറുതിയ ക്ലാസ് മുതൽ കാണാപാഠം പഠിക്കുന്ന ഒരു സാധനമാണ്. കുറേയൊക്കെ കേട്ടോ, കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കളക്ഷൻ എന്നാണ് അല്ലെങ്കിൽ ഒരു ബാൻഡ് എന്നാണ് അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു ബാൻഡിനെയാണ് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതിൽ ഏതാണ്ട് നമുക്ക് 7 തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റൈറ്റ്. അതിലൊരു കളക്ഷൻ തന്നെയുണ്ട് മക്കളെ. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലടോ. കുറേ നിങ്ങൾ കഥ വായിക്കണ മാതിരി ഒന്ന് വായിച്ച് പോകണമെന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ താഴെ അല്ലെങ്കിൽ അവസാനം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. ഈ വേവ്സിൽ കുറച്ച് 7 ടൈപ്പ് വേവ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 7 വേവ്സ് എൻ്റെ മക്കൾ പഠിക്കണം.
by yourself, and you guys have to write note by yourself, right? ഈ വേവ്സുകളാണ് കേട്ടോ, ഒന്ന് എഴുതി ഓർത്ത് വെച്ചോ. റേഡിയോ വേവ്സ്, റൈറ്റ്, അതിൻ്റെ വേവ് ലെങ്ത് ഏതാണ്ട് 0.1 മീറ്ററിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വേവാണ് റേഡിയോ വേവ്സ്, റൈറ്റ്. സെക്കൻഡ്, ഇതിനാണ് ഹയസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്, റൈറ്റ്. നെക്സ്റ്റ് റേഡിയോ വേവ് എന്ന് പറയാമോ, നമ്മൾ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യണ. നെക്സ്റ്റ് മൈക്രോവേവ്സ്, അതായത് നമ്മൾ മൈക്രോവേവിന് യൂസ് ചെയ്യണ വേവ്സാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് റേഞ്ചസ് ഫ്രം 0.1 മീറ്റർ ടു 1 millimeter. ഇനി നെക്സ്റ്റ് ഇൻഫ്രാറെഡ് റേസ്, റൈറ്റ്. ഇൻഫ്രാറെഡ് റേസിനും ഇതേമാതിരി റേഞ്ച് ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് 700 നാനോമീറ്റർ ടു റേഞ്ച് എടുക്കുമ്പോൾ 700. നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് വിസിബിൾ ആണല്ലേ, അപ്പോൾ നിങ്ങൾക്ക് 700 നാനോമീറ്റർ മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ റേഞ്ച് ഞാനൊന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. 700 നാനോമീറ്റർ ടു 400 നാനോമീറ്ററാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്, അതായത് ഇപ്പം നമ്മൾ കാണുന്ന ലൈറ്റാണ് വിസിബിൾ ലൈറ്റ്, റൈറ്റ്. ഞങ്ങളുടെ മഴ പെയ്യാന്ന് വരുന്നുണ്ട്. യു വി റേഡിയേഷൻ്റെ റേഞ്ചാണ് എത്ര, 400 നാനോമീറ്റർ ടു 1 നാനോമീറ്റർ. സിക്സ്ത് റേ, നമ്മുടെ എക്സ് റേഡിയേഷൻ, എക്സ്-റേ, ദാറ്റ് ഈസ് 1 നാനോമീറ്റർ 10⁻³ നാനോമീറ്റർ. ആൻഡ് സെവൻത്ത് റേ, ദാറ്റ് ദ ഡേഞ്ചറസ് വൺ, ദാറ്റ് ഈസ് ഗാമ റേസ്, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഗാമ റേസ്. ഹൾക്ക് ഉണ്ടാവണം, മരുന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. അതിൻ്റെ റേഞ്ച് ഈസ് ലെസ് ദാൻ 10⁻³ നാനോമീറ്റർ. ഗാമ റേസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വായു. എങ്ങനെയാണ് ആ സിനിമയിൽ ഇത്ര അബ്സേർഡായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ള എനിക്കറിയില്ല. ഇനി വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, അല്ലേ. അപ്പോൾ ഗാമയ്ക്കാണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത് എങ്കിൽ ഗാമയ്ക്കായിരിക്കും ഹയ്യസ്റ്റ് ഫ്രീക്വൻസി. അതായത് നോക്കടോ, ഒരു സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ വേവ് പോവുക ഗാമയ്ക്കാണ്. അതാണ് ഇത്ര ഡേഞ്ചർ. ഫ്രീക്വൻസി കൂടിയാലാണ് അത്ര റേഞ്ച് വരിക, ഇല്ലേ. അപ്പോൾ ഇത്രയും കളക്ഷനില്ലേ ഈ വേവ്സിൻ്റെ, ഇത്രയും കളക്ഷൻ ഒരു ബാൻഡ് മാതിരി ഉണ്ടാക്കിയിരിക്കുകയാണല്ലേ. ആ ബാൻഡ് ഓഫ് ഓർ ദ കളക്ഷൻ ഓഫ് ദീസ് വേവ്സ് വിച്ച് ഇസ് അറേഞ്ച്ഡ് ഇൻ എ ബാൻഡ് ഫോം ഈസ് നോൺ ആസ് എനർജി സ്പെക്ട്രം ഓർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ക്ലിയർ ആവണ്ടാ, റൈറ്റ്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. ഒന്നെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളും പഠിച്ചാൽ മതി. RMIV, റൈറ്റ്. വിസിബിൾ ലൈറ്റ്, യു വി റേസ്, എക്സ്-റേ, ജി, റൈറ്റ്. ഇതിൽ മാക്സിമം വേവ് ലെങ്ത്ത് നമ്മുടെ ഇതിന് റേഡിയോ വേവ്സിന് കേട്ടോ. ഇത് ഷോർട്ട് ഫോമാണ് കേട്ടോ, വേണമെങ്കിൽ പഠിച്ചാൽ മതി. റെഡ് മാൻ ഇൻ വയലറ്റ് യൂണിഫോം ഹാസ്ന്നോ അല്ലെങ്കിൽ ഹാസ്ന്ന് എഴുതിയാൽ മതി. ഹാസിന് പക്ഷേ അവിടെ സഫിക്സ് ഒന്നും ഇല്ല കേട്ടോ, എക്സ് കാണാം. അതായത് ഹാസിന് വെച്ചിട്ടൊരു വേവ് ഇല്ലേ, എച്ച് വെച്ചിട്ടൊന്നും, റൈറ്റ്. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ 6 കേട്ടോ, മാക്സിമം വേവ് ലെങ്ത്തുള്ള റേഡിയോ വേവ്സ്. പിന്നെ മാന്, റൈറ്റ്, ഇൻ വയലറ്റ് യൂണിഫോം ഹാസ് ശബ്ദം വന്നല്ലോ, സോറി, ക്ലിയർ. എക്സ് ഗൺ നമുക്ക് ഇതിന് അർത്ഥമൊന്നും ചോദിക്കാമെന്ന് കഴിയും. ഇതേമാതിരി നിങ്ങൾ കെമിസ്ട്രിയിൽ ഷോർട്ട് ഫോം പഠിച്ചിട്ടുണ്ടാവില്ലേ, ഈ നമ്മുടെ എന്താണ് നിങ്ങളുടെ ടേബിൾ പഠിക്കാൻ വേണ്ടി, റൈറ്റ്. അപ്പോൾ റേഡിയോ വേവ്സ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ റേഡിയോ വേവ്സ് എന്തിനാണ് യൂസ് ചെയ്യണേന്നുള്ള സെക്ഷനാണ് നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റേഡിയോ വേവ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് നമ്മൾ ഈ ലോവറായിട്ടുള്ള സെക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ, വെള്ളത്തിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ സബ്മറൈൻസിൻ്റെ അവിടെ അല്ലേ, അപ്പോൾ അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ, റൈറ്റ്. അപ്പോൾ റേഡിയോഗേഷൻ വേവ്സ് ആണ് മാക്സിമം വേവ് ലെങ്ത്ത് വരുന്നത്, ഫ്രീക്വൻസി ഏറ്റവും കുറവ് വരുന്ന കണ്ടീഷൻ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ള വേവ്സ് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ തനിയെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് റെഡിയാക്കാം കേട്ടല്ലോ. ഇനിയുള്ള പ്രോബ്ലംസ് നമ്മളൊന്ന് ഇംഗ്ലീഷിൽ ട്രൈ ചെയ്യാം കേട്ടോ. There is a radio can tune in to any station in the range of 7.5 megahertz to 12 megahertz. Right. What is its wavelength band, corresponding wavelength band, right? So that means minimum frequency is 7.5 and maximum frequency is 12 megahertz, right? And what do you mean by speed of light is 3 into 10⁸ meter per second? This is something you have to know, okay? Then what will be the corresponding wavelength, lambda 1? It will be C by frequency, first frequency. So 3 into 10⁸ divided by 7.5 into 10⁶ mega, right? So you will get 40 meter as answer. That is the first wavelength, right? That is the highest wavelength for least frequency. Then lambda 2, that is C by mu 2, that is equal to 3 into 10⁸ divided by 12 into 10⁶. You will get the answer as 25 meter, right? So that means the wavelength range is how much? From 40 meter to
25 meter. This is highest wavelength, this is lowest wavelength. Clear? Simple, right? So the band of wavelength is found. The next question is, in plain electromagnetic wave, the electric field is oscillating sinusoidally in the frequency of 2 into 10 to power 10 hertz. Right, electromagnetic wave, and the amplitude is 48 volt per meter. Right, so your first question is, what is the wavelength of the wave? Second one, what is the amplitude of the oscillating magnetic field? And you're asked the third question, show that the average density of E field, that is electric field, equals to the average density of the magnetic field. Right, so you are supposed to find first the wavelength of the wave, then the amplitude of the oscillating magnetic field, and the second the third is asked whether you have to show whether the average energy density, that is energy per unit volume of electric field, is equal to the average energy density of magnetic field, and it is given the speed of light is c is equal to 3 into 10 to the power 8 meter per second. Yeah, now let's do it. Why it is not moving? Now, first section, what and all is given? You are given frequency as 2 into 10 to the power 10 hertz, and electric field amplitude E naught is given as 48 volt per meter, and your given speed of light is 3 into 10 to the power 8 meter per second. Now first you are supposed to find wavelength. Lambda is equal to c by mu. Right, so what is c? Is 3 into 10 to the power 8, and what is frequency? It is also given 2 into 10 to the power 10. Right, so you will get 0.015 meter as the wavelength. Clear? Easy. Now let's move on to the second part. What has been asked? You are asked, what is the magnetic field strength? Right, you know what is the relationship of C? C is equal to E by B, or I can write as E naught by B naught. Now what is E naught given as? It is given as 48. What is E naught is given as how much? 48 itself, right? And B naught is to be found, and C is given, right? 3 into 10 to the power 8. Right, then what is B naught? B naught is equal to 48 divided by 3 into 10 to the power 8. That will be equal to 1.6 into 10 to the power minus 7 Tesla. Clear? Now let's move on to the third part. What has been asked? You are asked to check the energy density. Now what is the energy density of electric field? Half epsilon naught E squared. Right, and energy density of magnetic field is, or UB, I can write it as UB, is B squared, or half B, why it is not writing? UB I am writing here. UB is equal to half B squared mu naught. Right, now you know E is equal to CB. Right, and also you know C is equal to 1 by root of mu naught epsilon naught. Right, you know this one as well as this one. Right, now you are putting this value here. Right, so I can write E is equal to E is equal to, or okay, I'm substituting E is equal to, why it is not writing? E is equal to 1 by root mu naught epsilon naught into B. Right, now I'm going to square the both sides. Right, so that becomes E naught square, this one square, as well as B square. So let's bring, or I can write E squared is equal to 1 by mu naught epsilon naught B squared. Right, clear? Or I can bring epsilon naught to the one side, so that it becomes epsilon naught E squared is equal to 1 by mu naught B squared.
right? Let's put half in both the sides, this one half and this one half, right? So this is UE and this is UB. So you just proved that energy density in electric field and energy density in magnetic field is equal. Clear?